അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഉസ്താദിൻ്റെ വീട്ടിലേക്ക് അതാ ഉമ്മയുടെ ആങ്ങളയുടെ ഭാര്യ, അതായത് മുർഷിദയുടെ ഉമ്മ വന്നു. സുൽഫത്തെ, എന്തായി മോളത്? ഹോസ്പിറ്റലിലെ കാണിച്ചോ? വിവരങ്ങളൊന്നും സുൽഫത്തുമ്മ പറഞ്ഞിട്ടില്ലായിരുന്നു. ആ താത്ത കാണിച്ചു. എന്ത് പറഞ്ഞത്? സ്കാനിങ് എടുത്തോ? സ്കാനിങ് ഒക്കെ എടുത്തു. അത് അപ്പോൾ പോകാൻ വിചാരിച്ചോന്നല്ലേനു. പിന്നെ ഓൾക്ക് ചെറുതായിട്ട് ഒരു ബ്ലീഡിങ് ഇങ്ങനെ തുടങ്ങി. അപ്പോൾ പിന്നെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയി. എന്നിട്ട് എൻ്റെ പഠിച്ചോനെ, ആറ്റുനോറ്റൊന്നും ഉണ്ടായപ്പോൾ ഇങ്ങനെയായോ? ഇല്ലേ, അതല്ല. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ്, ഓല് പിന്നെ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ, അത് പെട്ടെന്ന് എടുത്ത് കളയണം, അത് അംഗവൈകല്യമുള്ള കുട്ടിയാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ തന്നെയാണ്, തുടക്കത്തിൽ തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഞങ്ങൾക്കും എളുപ്പമാണ്, നിങ്ങൾക്കും എളുപ്പമാണ്. മറ്റേത് കുറച്ച് വലുതായി കഴിഞ്ഞാലൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. റബ്ബേ, ഞാൻ എന്ത് കേൾക്കണത്? എന്നിട്ടെന്താ, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അല്ല, എന്ത് പറയാനാ, ഓള് പറയണത് ഈ മാസത്തിലൊക്കെ 3-4 മാസമൊക്കെ ആകുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ കുറഞ്ഞ രീതിയിൽ ഉണ്ടാവും, അതൊക്കെ അങ്ങനെ മാറും ചെയ്യും, അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല, വീണ്ടും വീണ്ടും തുടർച്ചയായി വരികയാണെങ്കിലൊക്കെ അത് വിഷയമാക്കേണ്ട കാര്യമുള്ളൂ എന്നൊക്കെയാണ് ഓള് പറയണത്. ഓൾക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിയണമല്ലേ. നമ്മൾ നാടന്മാർക്ക് എന്താ അറിയാനാ? ഡോക്ടർമാരെന്താ പറയണത്, നേഴ്സുമാരെന്താ പറയണത്, അതിനനുസരിച്ച് നമ്മളാണ് നിൽക്കും. അല്ലാതെ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നമുക്കൊന്നും അറിയില്ലല്ലോ. ഇതിപ്പോൾ ഓൾക്ക് അറിയണോണ്ട് അങ്ങനെ എന്താ ചോദിച്ചു. അപ്പോൾ പിന്നെ ഓൾ അതിനനുസരിച്ച് പിന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കാണ്, നിങ്ങളെ കുട്ടിയാണ്, അനുഭവിക്കണം നിങ്ങളാണ്, നിങ്ങൾക്ക് തീരുമാനിക്കണമെങ്കിൽ ഇപ്പോൾ തീരുമാനിക്കുക, പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ നിർത്തിക്കോളി, അംഗവൈകല്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ സഹിക്കേണ്ടി വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളെ നൂർ ഫാത്തിമ ഉണ്ടല്ലോ താത്ത, ഓള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടാ. ഓള് പറഞ്ഞ ഓളെ മനസ്സിന് നല്ല ഈമാനുണ്ട്. അത് ഓളെ വർത്താനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്ന് വെച്ചാൽ ഓളെന്താ പറഞ്ഞതെന്നോ, എന്തൊക്കെ തന്നെ ആയാലും പഠിച്ചോണ്ടല്ലോ, അള്ളാഹു ആണല്ലോ എൻ്റെ കുഞ്ഞിനെ സൃഷ്ടിച്ചത്, അപ്പോൾ അത് അവൻ്റെ വിധി പോലെയൊക്കെ വരുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ തന്നെ ആയാലും ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കൂല. അള്ളാഹു നൽകുന്ന ഇരു കൈകളും നീട്ടി സ്വീകരിക്കും. പഠിച്ചവൻ്റെ വിധി അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എങ്കിലും ഒരിക്കലും ഒഴിവാക്കുക എന്നുള്ളൊരു സംഭവത്തേക്ക് അതിന് ഞാൻ കൂട്ടു നിൽക്കുകയല്ല. കാരണം അതിൻ്റെ ശിക്ഷയും കാര്യങ്ങളൊക്കെ ഓൾക്ക് അറിയണമല്ല, എന്തൊക്കെയാവും. ഇമ്മേ, അപ്പോൾ അംഗവൈകല്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടും അങ്ങനെ വെച്ച് നിൽക്കുക? താത്ത, നമ്മളെ കുട്ടിയല്ലേ, അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റിൽ കയ്യും കാലും മുറിഞ്ഞാൽ നമ്മൾ പിന്നെ ആ കുട്ടീനെ ഒഴിവാക്കുമോ? ഇല്ലല്ലോ, നമ്മൾ നോക്കൂലേ. അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ ഇതും. എന്നാലും സുൽഫത്തെ, ഇതിപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കാണാത്ത കുട്ടിയല്ലേ, കാണാത്ത കുട്ടീനെ പണ്ട് ഒഴിവാക്കി വിചാരിച്ചിട്ട് താത്ത നിങ്ങളിങ്ങനെ കാര്യങ്ങൾ പറയല്ലേ കേട്ടോ. പഠിച്ചോ എല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ജീവിക്കാൻ എത്രയോ ആളുകളുടെ സ്വഭാവമാണത്. അങ്ങനെ ഉണ്ടായിട്ട് വെറുതെ പോയി കളയും. ഓലൊന്നും പഠിച്ചോ വെറുതെ വിടൂല. ഈ മക്കൾ നമ്മൾ സ്വർഗത്തിലേക്ക് കടക്കാൻ നിൽക്കുകയാണെങ്കിൽ മക്കൾ പറയും, പഠിച്ചോനെ അവരങ്ങനെ കയറ്റി വിടല്ലേട്ടോ, ഞങ്ങൾ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ലോലേ, അവർ ഞങ്ങളെ കൊന്ന മക്കളാണ്, അവരെ കൈകൾ കൊണ്ടാണ് ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് വരാൻ സമ്മതിക്കാഞ്ഞത്, അവരാണത്, അവരൊരിക്കലും അങ്ങനെ വിടല്ലേ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കൂലത്രേ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതല്ലല്ലോ, ദുനിയാവല്ലല്ലോ വലുത്, ആഖിറാണല്ലോ. എപ്പോഴും നമ്മൾ ആ കാര്യം ചിന്തിക്കണമല്ലോ. പക്ഷേ നമ്മൾ നൂർ ഫാത്തിമ ഉണ്ടല്ലോ, ഓള് പറഞ്ഞ എന്തൊക്കെ തന്നെയായാലും ഈ കുഞ്ഞിനെ ഒഴിവാക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം അതിന് ഞാനില്ല. സത്യം പറഞ്ഞാൽ ഓൾക്ക് ഹോസ്പിറ്റലിൽ പോകണേ ഇഷ്ടമില്ലായിരുന്നു. ഓൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഹോസ്പിറ്റലിൽ പോണത്, സ്കാനിങ് ചെയ്താൽ ഓലിപ്പോൾ ശരിയാണ്, ഇങ്ങനെ കുട്ടിക്ക് കുറച്ച് വളർച്ച കുറവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞു തരും. അതൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ തന്നെ ആയാലും ഓൽക്കിപ്പോൾ ഒന്നും കഴിയൂലല്ലോ. ഓല് ചിലപ്പോൾ എന്തെങ്കിലും മരുന്നും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷേ അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ വളർച്ചയും കാര്യമൊക്കെ എത്തുമ്പോൾ അതൊക്കെ ഉണ്ട് റെഡിയായി വരും. സുൽഫത്തെ, എന്നാലും എനിക്കൊരു പേടി തോന്നുന്നു. എന്ത് താത്ത പേടി? അല്ലേ, പേടിയെന്ന് വെച്ചാലേ നമ്മളിപ്പോൾ ഇതിങ്ങനെ സംഭവം അറിയണം, ഇങ്ങനത്തെ കുഴപ്പമുള്ള കുട്ടിയാന്നൊക്കെ അറിയുമ്പോൾ നമ്മളത് പിന്നെ അത് ഭാവിയിലൊക്കെ ഓൽക്കന്നെ ഒരു ബുദ്ധിമുട്ടായി തീരൂലേ.
എന്താ താത്ത നിങ്ങൾ പറയണത്? നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. നമുക്ക് പഠിച്ചോൻ തരണല്ലേ, അപ്പോൾ നമ്മൾ സ്വീകരിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിക്കുകയാണ്, കയ്യും കാലും മുറി, തലക്ക് എന്തെങ്കിലും കേടുപറ്റി എന്തൊക്കെ ചെയ്താൽ നമ്മളവരെ ഉപേക്ഷിക്കോ? ഇല്ലല്ലോ. നമ്മൾ എത്രയും ലക്ഷങ്ങൾ മുടക്കിയോ അല്ലെ ജീവൻ രക്ഷിക്കാൻ നോക്കും. അങ്ങനെയല്ലേ ചെയ്യലേ? അതുപോലെ തന്നെ അല്ലേ അള്ളാഹു നമുക്ക് നൽകിയ കുഞ്ഞല്ലേ, എന്തൊക്കെ തന്നെയായാലും നമ്മളതിനെ സ്വീകരിക്കണം, ഒരിക്കലും ഒഴിവാക്കി കളയാൻ പാടില്ല. ശരിയാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷെ എന്നാലും താത്ത ഒരു എന്നാലും ഇല്ല, ഓല് ആ കുട്ടീൻ്റെ ഉമ്മയും പാപ്പയും അതിന് തയ്യാറായിക്കണ്. എന്തൊക്കെ തന്നെയായാലും ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ നാഫിമോൻക്കും ഇഷ്ടമില്ല, നൂർ ഫാത്തിമക്കും ഇഷ്ടമില്ല. ഓല് ആ ഒരു വിശ്വാസത്തിലാണ്. പഠിച്ചോണ്ടല്ലോ നമുക്ക് അള്ളാഹു നൽകണതല്ലേ, നമുക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പഠിച്ചോനെ ഒന്നും കുഴപ്പമില്ല, ഞാൻ മതിയായിരുന്നു. താത്ത പറഞ്ഞു. സുൽഫത്തെ പിന്നെ എന്നാൽ വേറെ ഡോക്ടറൊന്ന് കൂടേനോ? അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. എൻ്റെ പൊന്നാര താത്ത നിങ്ങളോട് പറയാൻ, ഓൾക്കതിന് താല്പര്യമില്ല, ഇനി ഉണ്ടാകണമെങ്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റെസ്റ്റ് എടുക്കാൻ അവളോട് എത്ര ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞാൻ പറഞ്ഞു, മോളെ ഈ റെസ്റ്റ് എടുക്കുക, ഈ ഇങ്ങനെ പണിയെടുക്കാനൊന്നും വരില്ലേ. അപ്പോൾ ഓള് പറഞ്ഞു, ഉമ്മ അള്ളാഹു ഉണ്ടല്ലോ നമ്മളെ കുഞ്ഞിന് കാവലിനെ, നമ്മൾ എത്ര കരുതിയാലും ഓൻ കരുതണ പോലെ ആവില്ലല്ലോ. നമ്മൾ വെച്ചാൽ പല സമയങ്ങളിൽ ഉറങ്ങിപ്പോകും, നമുക്ക് ആ സമയത്തൊന്നും ശ്രദ്ധിക്കാൻ കഴിയൂലല്ലോ. പക്ഷേ ഒരു സമയത്തും കണ്ണടക്കാതെ നമ്മളെ നല്ല രീതിയിൽ വീക്ഷിക്കുന്ന ഒരാളുണ്ട്, പടച്ച റബ്ബ്. എന്തും നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, അതിപ്പോൾ നമ്മൾക്കൊരിക്കലും ഈ കുഞ്ഞിനെ കാണാൻ കഴിയൂല. അപ്പോൾ ആ വയറ്റിനുള്ളിലുള്ള കുഞ്ഞിനെ എല്ലാം അവൻ്റെ വളർച്ചയും എല്ലാം നിയന്ത്രിക്കുന്നത് അത് പഠിച്ചോനല്ലേ. ഓനുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ അമ്മ അങ്ങനെ ഭയപ്പെടണേ? അതാണ് ഓള് പറയണത്. ആ കുട്ടീൻ്റെ ഈമാനോടാണ് പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. പെട്ടെന്ന് നാഫി ഉസ്താദ് അങ്ങോട്ട് വന്നു. ആ അമ്മായി എപ്പോൾ വന്നു? ഇരിക്കേ. ആ മോനെ ഇരിക്കന്നെയാണ്, ഞാൻ ഓരോ കഥയും കേട്ട് നിൽക്കേന്. എന്ത് കഥ? അല്ലേ ഇങ്ങളെ കഥ തന്നെ. എന്തോ ഉമ്മ? മോനെ ഈ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നിങ്ങളിതിന് നിൽക്കണത്? അമ്മായി എന്താ പറഞ്ഞത്? മനസ്സിലായില്ല. അല്ല മോനെ, നിങ്ങൾ ഡോക്ടർ കാണിച്ച് ഇങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ, അതിന് ഇനിയിപ്പോൾ വെച്ചുകൊണ്ട് നിൽക്കണോ? അമ്മായി നിങ്ങളെന്താ പറയണത്? നമ്മൾ കുഞ്ഞല്ലേ, നമുക്കതിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? മോനെ ശരിയാണ്, കാര്യമൊക്കെ ശരി തന്നെയാണ്, നമ്മളെ കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ അല്ലേ അങ്ങനെയൊക്കെ ഓല് പറയുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞിങ്ങോട്ട് പേടിപ്പിക്കും, പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അമ്മയെ അതൊക്കെ അള്ളാഹുവിൻ്റെ കൈകളിലല്ലേ, അവർ പറയുന്ന പോലെ ഒന്നും ആവില്ല. അങ്ങനെ എത്ര കുഞ്ഞുങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കിയ ചരിത്രങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പക്ഷെ അവർക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. പഠിച്ച റബ്ബല്ലേ നമുക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നത്, അപ്പോൾ നമ്മളത് സ്വീകരിക്കണമല്ലോ. അല്ലാതെ ഒരിക്കലും അവനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അത് ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ആയാൽ വേറെ വല്ല ശിക്ഷയും നമ്മൾക്ക് ഇറങ്ങും. മോനെ ശരിയാണ്. എടാ എന്നാൽ എനിക്കൊരു ടെൻഷൻ തോന്നുകയാണ്. അല്ല നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, എൻ്റെ നൂർ ഫാത്തിമാൻ്റെ ധൈര്യം പോലെ അള്ളാഹു ആക്കി തരട്ടെ. ആമീൻ. സുൽഫത്തെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, സമയം കുറച്ച് നേരം ഇരുട്ടായി തുടങ്ങി. ഒറ്റയ്ക്കാണോ പോകുന്നത്? എൻ്റെ മുർഷി വന്നില്ലല്ലോ. മുർഷിദൊക്കെ എന്താ പഠിക്കാണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ, വന്നിട്ടില്ല. അല്ലെങ്കിൽ ഓള് എപ്പോഴും ഓടിച്ചാടി ഇവിടെ എത്തിനോ. ആ പ്രായമൊക്കെ ഇപ്പോൾ പിന്നിട്ട് പോയില്ലേ, കല്യാണം നോക്കണം. പഠിക്കണതിൻ്റെ ഇടയിൽ കൂടെ കല്യാണം നോക്കിയാൽ അതാണ് കഴിഞ്ഞോളല്ലോ, നിക്കാഹെങ്കിലും കഴിച്ചിടണം, അല്ലെങ്കിൽ ശരിയാവൂലേ. അങ്ങനെ പിന്നെ ഓൾക്കൊരു ആളിലായ പോരാണല്ലോ, റാഹത്താണ് അങ്ങനെ ആകുമ്പോൾ. മുർഷി ഇപ്പോൾ ഇനി പഴയ പോലെ നല്ല നല്ല കുട്ടിയാണല്ലോ അല്ലേ, നല്ല രീതിയിൽ മാറ്റം വെച്ചേക്കണ്. സുൽഫത്തെ എന്നോട് പറയാൻ, അന്ന് നമ്മളാ ഗൾഫ് പോയതിന് ശേഷമേ കുട്ടിക്ക് നല്ല മാറ്റം വെച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിന് എങ്ങനെ റബ്ബേ കുട്ടീൻ്റെ ഈ പൊട്ടിത്തെറുപ്പ്, അതും പെൺകുട്ടികളല്ലേ, കൂടുതലായാലും ഒരു ഓവറല്ലത്, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ പൊന്നാര സുൽഫത്തെ എന്നോട് പറയാം, മൊത്തത്തിലങ്ങോട്ട് നന്നായതേപോലെയാണ്. എപ്പോഴും ഹിജാബ് ഇടാതെ പുറത്തിറങ്ങൂല കേട്ടോ, വീട്ടിൽ നിന്നൊന്നും വെറുതെ ഒന്നും മറ്റേ മുടിയൊക്കെ വെട്ടി സ്റ്റൈലാക്കിയൊക്കെ നടക്കില്ലേനോ. ഇപ്പോൾ
തട്ടൊക്കെ ഇടും, വീട്ടിൽ നിന്നൊക്കെ തട്ടിടും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാളെയും കാണാനായിട്ട് ഇത് ശ്രമിക്കൂല കേട്ടോ. ഹിജാബൊക്കെ ഇട്ട് നല്ല മട്ടത്തിൽ തന്നെ പോവുള്ളൂ. മറ്റേ എന്തോ ഒരു ഫാഷനേനോൾക്ക്. ഇപ്പം അങ്ങനെയൊന്നല്ല, ആൾ മാറിയിരിക്കണ്. പിന്നെ തഹജ്ജുദ് നിസ്കരിക്കും. അതൊക്കെ അറബി ഉമ്മല്ലേ, അത് ശീലാക്കിയതാണേ. അറബി ഉമ്മ എന്ന് വെച്ചാൽ ഒരാളെ ഒരിക്കലും അടിച്ചേൽപ്പിക്കൂല. ഞാനൊക്കെയാണ് എത്രയോ എപ്പോഴും കുട്ടീനെ ചീത്ത പറയും. ഇതങ്ങനെയൊന്നല്ല. അറബി ഉമ്മ ആകുമ്പോൾ ആ മട്ടത്തിന് നല്ലവർക്കൊരു അതിൻ്റെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. ആ ഒരു മട്ടത്തിന് ഓളെ നല്ല രീതിയിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒരു ഫ്രണ്ട്സിൻ്റെ രീതിയിൽ, ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിച്ച് ഒരു പേടിയില്ലാത്ത രീതിയിൽ ആർക്കും ഇങ്ങോട്ട് അങ്ങനെ ചെയ്യാൻ തോന്നുന്ന രീതിയിലാണ് അറബി ഉമ്മ അവളെ റെഡിയാക്കി എടുത്തത്. സത്യം പറഞ്ഞാൽ നല്ല മാറ്റമാണ് സൗദിയിൽ പോയി വന്നതിൻ്റെ ശേഷം. ഓളെ ക്ലാസ്സിലെ ഫ്രണ്ട്സാളിനെ ചോദിക്കലോ, അല്ല മുർഷിദായി എന്താ ഇങ്ങനെ അയക്കണത്, നിനക്ക് ഹിജാബൊക്കെ ഇട്ട് നടക്കാനൊക്കെ എങ്ങനെ എനിക്ക് കഴിഞ്ഞോ, നീ എത്ര ഫാഷനിൽ നടന്ന ആളായിരുന്നു പറഞ്ഞപ്പോൾ ഇവള് പറയലോ, അതെ എനിക്കൊരു അറബി ഉമ്മ ഉണ്ടായിരുന്നു സൗദിയിൽ, മദീനത്താണ്. ആ അറബി ഉമ്മ ആണ് എന്നെ ഇങ്ങനെ റെഡിയാക്കി എടുത്തത്. എടി അപ്പോൾ ഞങ്ങളെയും കൂടി അറബി ഉമ്മാനെ കൊണ്ട് റെഡിയാക്കിപ്പിക്കാൻ പറയോ എന്ന് പറഞ്ഞ് മറ്റു കുട്ടികളൊക്കെ കളിയാക്കുന്നതായിട്ടും ഓള് വന്ന് പറയലുണ്ട്. എന്തായാലും സംഭവം പഠിച്ചവനെ ഏതുപോലെ നിലനിർത്തിയാൽ മതിയോ, ഇനി അതിനനുസരിച്ചൊരു പുതിയാപ്പിള ചെക്കനും കൂടി വേണം. ആദ്യം നമുക്ക് മൂല്യന്മാരൊന്നും വല്ലാതൊന്നും പറ്റൂലേനോ. നാഫിനെ ഇഷ്ടേനു കേട്ടോ, അതിപ്പോഴും ഇഷ്ടമാണ് ഓനോട്. പിന്നെ അങ്ങനെ ഒരു ഇതാണല്ലോ. പക്ഷേ മറ്റേത് ഉസ്താദുമാരൊക്കെ പറഞ്ഞാൽ ഓൾക്ക് ഉസ്താദുമാർ, ആ കുറഞ്ഞ സാലറി ഉള്ള ആൾക്കാർ എന്താണ് ഓരോ കൂടെ ജീവിച്ചിട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും തള്ളി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഉസ്താദുമാർ വെച്ചാൽ വെറും ഉസ്താദുമാർ മാത്രമല്ല, സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് ഉള്ളവരുണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു നേരെ രാവിലത്തെ ഒരു ടൈം ഒരു മദ്രസ പഠിപ്പിക്കാന്നാൽ ഒരു വർക്കത്തല്ലേ. പിന്നെ ബാക്കി എങ്ങനെയായാലും പിന്നെ അധികം ഉസ്താദുമാരെ അടുത്തെത്തി കഴിഞ്ഞാലും എല്ലാവരും രക്ഷപ്പെടും എന്നാണല്ലേ പറയണത്. അപ്പോൾ എനിക്കൊരു പൂതിയോളം ഏതായാലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊരു ചങ്ങായിനെ കിട്ടുകയാണെങ്കിലല്ലേ സുഖം. മറ്റേ ഇനിയിപ്പോൾ നാടന്മാരെ കൊണ്ട് കെട്ടിച്ചാൽ എന്താവും, ഓളെ ഹിജാബും ബുർക്കയും ഓളെ പർദ്ദയൊക്കെ അവിടെ നിൽക്കും. പിന്നെ പോള് ഫാഷൻ്റെ ആയിക്കൂടത്തന്നെയാണ് പോവും. അതായിരിക്കും. ശരിയാണ് താത്ത പറഞ്ഞത്. ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ മോന് നാഫി മോൻ, കണ്ടില്ലേ എങ്ങനെയാണ് അവളെ നോക്കണേ, എന്തൊരു കെയറിങ്ങാ. വലിയതാണ്, വലിയ സ്നേഹമാണ്, വലിയ വേദനയാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും. അങ്ങനെയൊന്നും ഞാൻ പറയണില്ല കേട്ടാ. അധികം മൂല്യന്മാർക്കാണെങ്കിലും പെണ്ണുങ്ങളോടൊരു കടമകൾ ഉണ്ടാവുമല്ലോ, അതുപോലെ കറക്റ്റായിട്ട് ഓല് നിർവഹിക്കും. മറ്റോല് ഒരിക്കലും നാടന്മാരങ്ങനെ ചെയ്യൂല എന്നല്ല കേട്ടോ പറയണത്. എത്രയോ അങ്ങനെ നല്ല നല്ല ആളുകളുണ്ട്. പക്ഷേ ഇവരാകുമ്പോൾ ഇവർ പഠിച്ചതൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാവും. ഇങ്ങനെ പെണ്ണുങ്ങളൊന്നും വേദനിപ്പിക്കാൻ പാടില്ല, ഓൾക്ക് എല്ലാ കാര്യത്തിനും സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ. ഇപ്പം നമ്മളെ നാഫി മോനെ തന്നെ കണ്ടില്ലേ, ഓന് എങ്ങനെയാണ് നൂർ ഫാത്തിമനെ നോക്കണറിയോ. പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ നല്ലൊരു ഇതിലാണ് അങ്ങനെ അങ്ങോട്ട് ദേഷ്യപ്പെടുകയും ചെയ്യാതെ നല്ല രീതിയിൽ അങ്ങനെ ഓൾക്കൊരു വിഷമം വരാത്ത രീതിയിൽ അങ്ങനെ സഹകരിച്ച് കൊണ്ട് നടക്കും. എന്നോടും അങ്ങനെ തന്നെ. എന്നെ ഓൻ ഇതുവരെ വെറുപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ ഉമ്മല്ലേ, ഉമ്മാനങ്ങനെ വെറുപ്പിക്കാൻ പാടില്ലല്ലോ. അതിനനുസരിച്ച് തന്നെ ഓൻ എന്നോടും പെരുമാറും. ഉമ്മാനോട് പെരുമാറുന്ന രീതിയിൽ എന്നോടും, ഓൻ്റെ പെണ്ണുങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഓളോടും, അങ്ങനെ യാതൊരു രീതിയിലുള്ള വിഷമം ആർക്കും വരുത്താത്ത രീതിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ എന്നോടായാലും അങ്ങനെ ഓളോടായാലും അങ്ങനെയൊക്കെ ഈ പഠിച്ചവർക്ക് എന്നല്ല, അങ്ങനെ പഠിക്കാത്തവരും എത്രയോ ആളുകൾ അങ്ങനെ നല്ല രീതിയിൽ ഭാര്യനെയും ഉമ്മനെയൊക്കെ വെറുപ്പിക്കാതെ നല്ല രീതിയിൽ നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇവരാകുമ്പോൾ ഞാൻ പറയാം ഒന്നും കൂടെ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് മുർഷിമോളെ നല്ലൊരു പുതിയാപ്പിള ചെക്കനെ കൊണ്ട് കെട്ടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഓള് വീണ്ടും നല്ല ഫാഷനൊക്കെ ഉള്ള ചെക്കന്മാരെ കൊണ്ട് കെട്ടിച്ചാലേ ഓൾക്ക് പിന്നെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ മാറി പിന്നെ ആകെ പിന്നെയും കേടുവരും. അതിനേക്കാളും നല്ലത് നല്ല ചെക്കന്മാരെ കണ്ടുപിടിക്കണം. സുൽഫത്തെ ഈ നോക്കേണ്ട, എൻ്റെ കുടുംബത്തിൽ ആങ്ങളാരെ മക്കളോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? താത്ത, കുടുംബത്തൊക്കെ ആക്കുന്ന വെച്ച കാര്യത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് നമ്മളെ മുർഷിമോളെ ഇഷ്ടമില്ലായിട്ടോ ഒന്നുമല്ല. ഓളുടെ ആങ്ങളുടെ കുട്ടിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുടുംബത്തേക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അഥവാ ചെറിയൊരു പ്രശ്നം, ഇപ്പോൾ നമ്മൾ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറഞ്ഞത്, നമ്മൾ കഴിയുന്നത് കുടുംബത്തിൽ നിന്ന് എടുക്കാതെക്കാന്ന്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ ആങ്ങളുടെ മോന് നമ്മളെ മുർഷിമോളെ കെട്ടുകയെന്ന് വിചാരിച്ചോ,
എന്തെങ്കിലും ഒരു പ്രശ്നം അവർ തമ്മിലുണ്ടാകുകയാണെങ്കിൽ അത് നമ്മളെ കുടുംബത്തിനെ ബാധിക്കുക. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ആങ്ങളാരെ മുഖത്തേക്ക് നോക്കാൻ പറ്റൂല, നിങ്ങൾ വീട്ടിലേക്ക് വരാൻ പറ്റൂല, പ്രശ്നമായില്ലേ. പിന്നെ ഇവർ വേറെ, അങ്ങനെയായിട്ട് ആകെ കുടുംബം തന്നെ ആകെ തെറ്റിപ്പിരിയാൻ ആ ഒരു കല്യാണം മതി. അതുകൊണ്ട് എനിക്ക് പൂതിയില്ലായിട്ടൊന്നുമില്ല, നമ്മളെ മുർഷിമോളെ ഇഷ്ടമില്ലായിട്ടുമല്ല. സത്യം പറഞ്ഞാൽ അത് വേണ്ട, കുടുംബത്തിന് എനിക്ക് താല്പര്യമേ ഇല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തെറ്റും. അതെല്ലാവരും ഞാൻ പറയണില്ല, അധികവും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഫുള്ള് പ്രശ്നമായിരിക്കും. അവനേക്കാൾ നല്ലത് പുറമക്കാരെടുക്കുകയാണ്. അങ്ങനെ ആയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, വേണ്ടെങ്കിൽ നമുക്കാണ്ട് ഒഴിവാക്കിയാലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. സുൽഫത്തെ, ഈ നാഫിമോനോടൊന്ന് ചോദിച്ചു വെക്കണ്ടി, ഓൻ്റെ പള്ളിയിലോ മദ്രസയിലൊക്കെ ഉണ്ടാവുമല്ലോ നല്ല ചെക്കന്മാർ. കാരണം എന്തെങ്കിലും വേറെ സെപ്പറേറ്റ് വേറെ ജോലി ഉണ്ടാവും, അതിൻ്റെ കൂടെ മദ്രസയുള്ള, അങ്ങനെ ആകുമ്പോൾ ഏറ്റവും നല്ലതാണ്. നാഫി ഉസ്താദ് അതുവഴി വന്നപ്പോൾ അമ്മായി പറഞ്ഞു, നാഫി മോനെ, എടാ നമ്മളെ മുർഷിമോൾക്കൊരു ചെക്കനെ കണ്ടുപിടിക്കണമല്ലോ. ഓളെ കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് അറിയണമല്ലേ. ഇപ്പോൾ ഓൾ നല്ല മട്ടത്തിലാണ് ജീവിക്കണത്. അമ്മായി, ഞാൻ അന്വേഷിക്കട്ടോ, നോക്കട്ടെ. നല്ല ചെക്കന്മാർ വേണമല്ലേ. ഇനിയിപ്പോൾ അവളുടെ ജീവിത രീതിയൊക്കെ ആകെ മാറിയതല്ലേ. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. മോനെ, ഓളിപ്പോൾ പഴയ പോലെ നല്ലട്ടോ, എല്ലാം കൊണ്ടും മാറിയിക്കണേ. ഞാൻ വരെ അത്ഭുതപ്പെടുകയാണ്. ഒക്കെ അറബിയന്മാരുടെ കാരണമാണ്, ഒക്കെ നന്നാക്കി എടുത്തില്ലേ. എന്നാലും മാഷാ അല്ലാ അവിടെയൊക്കെ പോയി നിന്ന് കണ്ട് റാഹത്തായിട്ട്. അല്ല മോനെ ഈ പ്രാവശ്യത്തിന് ഹജ്ജിന് അമീറായി പോകുന്നുണ്ട് എന്നിട്ട് എന്തായി? ചിലപ്പോൾ നോക്കട്ടെ, എൻ്റെ പേരാണ് അമീറായിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷന് മോശമൊക്കെ ആണെങ്കിൽ ഉംറക്കായിരിക്കും ഞാൻ പോവുക. അപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമീർ സ്ഥാനത്ത് നിന്ന് ഒഴിവേണ്ടി വരും, വേറൊരു അമീറിനെ ആക്കേണ്ടി വരും എന്നൊക്കെ. ഇൻഷാ അല്ലാ നോക്കട്ടെ. മോനെ പോയിക്കൂടെ എനിക്ക്? ഹജ്ജിനല്ലേ, അതിപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി പോവുക, അവർക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതൊക്കെ നല്ല കൂലിയുള്ള കാര്യമല്ലേ. അമ്മായി, സത്യമാണ് നിങ്ങൾ പറയണത്. പക്ഷേ ചെറിയൊരു പ്രോബ്ലമൊക്കെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. മോനെ, ഒക്കെ ശരിയാവും. എവിടെ നൂർമോൾ എവിടെ? അവളൊന്ന് അവിടെ കിടന്നിരുന്നോ? വിളിക്കണ്ട. അപ്പോഴേക്കും ഉസ്താദ് റൂമിൽ പോയി. നൂർ ഫാത്തിമ നല്ല ഉറക്കത്തിലാണ്. പഠിച്ചോനെ, ഉറക്കം ഉണർത്തുന്നത് ശരിയല്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മോനെ, അവൾ ഉറങ്ങിക്കോട്ടെ, ക്ഷീണം കാണും. ഉസ്താദ് നൂർ ഫാത്തിമയെ ഉണർത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴതാ അമ്മായി ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ ഞാൻ പോട്ടെട്ടോ. അമ്മായി, ഒറ്റയ്ക്ക് പോകണ്ടട്ടോ, ഞങ്ങളാക്കിത്തരാം. അല്ല മോനെ, കാക്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നൂർ ഫാത്തിമ അമ്മായിയുടെ സംസാരം കേട്ട് ഉണർന്നു. നാഫിക്ക, ആരാണത്? നീ ഉണർന്നോ? അത് അമ്മായിയാണ്. അമ്മായി, നൂർ ഫാത്തിമ ഉണർന്നിട്ടുണ്ട്. എവിടെ? ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. മോളെ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അമ്മായി എപ്പോൾ വന്നു? മോളെ, ഞാൻ കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്. മോള് ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോഴേ ഉണർത്തണ്ടെന്ന് പറഞ്ഞതാണ്. അമ്മായി ഇരിക്കേ, ചായ കുടിച്ചിട്ട് പോവാം, ഇരിക്കേ. മോളെ, ഒന്നും വേണ്ട, അവൾ ചായയൊക്കെ എടുത്ത് വെച്ചിരുന്നു, ഞാൻ ഒരു അര ഗ്ലാസ് കുടിച്ച് പോരുകയാണ്. അമ്മായി, മുർഷി എവിടെ? അവൾ വന്നിട്ടില്ലേ? മുർഷി ഓൾക്ക് എന്തൊക്കെ പഠിക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ വന്നിട്ടില്ല. പിന്നെ നൂർമോളെ, എന്നാൽ അമ്മായി ഇറങ്ങട്ടെ കേട്ടോ. പിന്നെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടേ നമുക്ക് എന്തും സംഭവിക്കാം. അപ്പോൾ നല്ല രീതിയിൽ അധികമൊന്നും ഇളകൊന്നും വേണ്ട, കുറച്ചാണ് കയ്യോളേ. ബേജാറാണിത്. പിന്നെ ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞത്? മോളെ, അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ തെറ്റായ തീരുമാനം എടുത്തിട്ട് ആകെ ബുദ്ധിമുട്ടാവേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരരുത്, അതുകൊണ്ടാണ് പറയണത്. അമ്മായി, അതൊന്നുമില്ല, പഠിച്ചവനല്ലേ വലുത്, നമ്മളൊന്നല്ലല്ലോ. മക്കളെ, എന്നാൽ പിന്നെ ആ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. അപ്പോഴേക്കും അതാ അമ്മാവൻ ബൈക്കുമായി വരുന്നു. സുൽഫത്തുമ്മയും അപ്പോഴേക്കും സിറ്റ് ഔട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ കയറണമൊന്നുമില്ല, ഞങ്ങൾ പോട്ടെ. മുർഷിമോൾ അവിടെ ഒറ്റക്കാണ്. എന്നാലും ഒരു അര ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാക്ക, ഞങ്ങൾ പിന്നെ വരാം. മുർഷിനെയും കൂട്ടി, ഇപ്പോൾ സമാധാനമല്ല. എന്നായിക്കോട്ടെ. അവർ രണ്ടുപേരും അതാ ബൈക്കിൽ പോയി. ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു, നൂർമോളെ, അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ
എൻ്റെ മോളുടെ നാഫിക്ക പറക്കും കേട്ടോ. നാഫിക്ക, സത്യമായിട്ടും നിങ്ങൾ പോവുകയാണോ? മോളെ പോവാം, അതല്ലേ നല്ലത്. നീ എനിക്ക് സമ്മതം തന്നതല്ലേ, നീ എന്നോട് പോകാൻ പറഞ്ഞതല്ലേ. നാഫിക്ക, അത് പരിശുദ്ധമായ ഹജ്ജിനല്ലേ പോകുന്നത്, അതും അമീറായിക്കൊണ്ട്. എത്ര പ്രതിഫലം കിട്ടും നമുക്ക്. നാഫിക്ക, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ ഒരു കാര്യം പറയാണ്ട്, എൻ്റെ നാഫിക്ക, കഅബ ഷരീഫ് കാണുമ്പോഴേ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം ഒന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം കേട്ടോ. മറക്കരുത്. നൂറുമോളെ, ഞാൻ എങ്ങനെ മറക്കാനാ? നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം മാത്രമല്ല, നിൻ്റെയും ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ പറയും ഇൻഷാ അല്ലാ. നാഫിക്ക, നമ്മളെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ, നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം അള്ളാഹുവോട് ഇൻഷാ അല്ലാ. നമ്മളെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നല്ല പൂർണ്ണ ആരോഗ്യവാനായി പ്രസവം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എൻ്റെ നൂറുമോൾക്ക്. അപ്പോൾ എന്നിട്ട് ഇൻഷാ അല്ലാ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല കുട്ടിയെ അള്ളാഹു നമുക്ക് നൽകട്ടെ. എന്നിട്ട് നമുക്ക് ഒരു ഉംറയ്ക്ക് പോകണം ഇൻഷാ അല്ലാ. ഉസ്താദ് നൂർ ഫാത്തിമയുടെ കൈപിടിച്ചു. സത്യമായിട്ടും ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ നമുക്ക് ഉംറയ്ക്ക് പോകണം.